നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ് ETF, എന്താണ് മ്യൂച്വൽ ഫണ്ടും ഇൻഡെക്സ് ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നതിനെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് ബേസിക് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന വീഡിയോ സീരീസ് കുറേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് കൊണ്ട് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ട് എന്താ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങളെ കൊണ്ട് പൈസ കളക്ട് ചെയ്ത് AMC മ്യൂച്വൽ ഫണ്ട് ഹൗസ് ആ ഫണ്ടുകൾ ഇക്വിറ്റിയിലോ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യും. സാധാരണ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഈ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, ഇങ്ങനെ ചെയ്യുന്ന ഫണ്ടുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ആക്റ്റീവ് ഫണ്ട് എന്നൊരു കാറ്റഗറിയിലുണ്ട്, പാസീവ് ഫണ്ട് എന്ന കാറ്റഗറി ഉണ്ട്. എന്താണ് ആക്റ്റീവ് ഫണ്ട് കഴിഞ്ഞാൽ, ഈ ജനങ്ങൾക്ക് കൊണ്ട് കളക്ട് ചെയ്യുന്ന പൈസ ഒരു ആക്റ്റീവ് ഫണ്ട് മാനേജർ അദ്ദേഹത്തിൻ്റെ അനലൈസ് ബേസ് ചെയ്തിട്ട് ഇക്വിറ്റിയിലോ കമ്മോഡിറ്റിയിലും ബോണ്ടിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇക്വിറ്റിയിൽ അത് ഡെയിലി ബേസോ എങ്ങനെയെങ്കിലും മന്ത്ലി ബേസോ ആയാലും ശരി, ഈ ഫണ്ട് മാനേജർ ഷെയറുകളെ വാങ്ങുകയും വിൽക്കുകയും എപ്പോഴും വാങ്ങി വിറ്റ് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്, ഒരു ഇൻഡെക്സ് ബെഞ്ച് മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാ ഫണ്ടുകളും ഉള്ളത്. ആ ബെഞ്ച് മാർക്ക് കാട്ടി റിട്ടേൺ കിട്ടാൻ വേണ്ടി, ആ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് മാനേജേഴ്സ് എപ്പോഴും ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ആക്റ്റീവ് ഫണ്ടിൽ ചെയ്യുന്നത്. ഈ പാസീവ് ഫണ്ട് എന്ന് മ്യൂച്വൽ ഫണ്ട് പറയുമ്പോൾ, പാസീവ് മ്യൂച്വൽ ഫണ്ട് മാനേജർ പ്രത്യേകിച്ച് റോളില്ല. ഈ ഏത് ഇൻഡെക്സിലാണോ, ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ് പാസീവ് ഫണ്ടുകളുള്ളത്. ഏത് ഇൻഡെക്സ്, ഇപ്പോൾ ഉദാഹരണം പറയാൻ നിഫ്റ്റി 50 ഇൻഡെക്സാണ്. നിഫ്റ്റി 50 ഷെയറുകളുടെ ഒരു ഇൻഡെക്സാണ് നിഫ്റ്റി 50. ആ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിഫ്റ്റി 50യിൽ എങ്ങനെയാണോ ഏതൊക്കെ ഷെയറുകളിൽ ഏത് പെർസെൻറ്റേജ് വെച്ച് അലോക്കേഷൻ ചെയ്യുന്നത്, അതേമാതിരി ഇൻഡെക്സ് ഫണ്ടുകളിൽ ആ പേഴ്സൻറ്റേജ് ബേസ് ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്യും. ഇൻഡെക്സ് ഫണ്ടുകൾ തന്നെയാണ് പാസീവ് ഫണ്ടുകൾ. ആ പേഴ്സൻറ്റേജ് ബേസ് ചെയ്തിട്ട് ഇൻഡെക്സിൽ നിഫ്റ്റി 50യിൽ എങ്ങനെയാണ് ഏതെല്ലാം കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിനെ അങ്ങനെ കോപ്പി ചെയ്തിട്ട് അതേമാതിരി ഈ ഇൻഡെക്സ് ഫണ്ടുകൾ, നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടുകൾ അതായത് ഷെയറുകൾ ബൈ ചെയ്ത് അതേമാതിരി കോപ്പി ചെയ്ത് ട്രേഡ് ചെയ്യും. അതുതന്നെയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ ചെയ്യുന്നത്. പക്ഷേ ആക്റ്റീവ് ഫണ്ടുകൾ എപ്പോഴും ബൈയിങ് സെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻഡെക്സ് ഫണ്ടുകളാകുമ്പോൾ ആ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മാറ്റത്തിനനുസരിച്ച് ഇതിലും മാറ്റം. ഒരു ഇൻഡെക്സിൽ ഒരു ഷെയർ, അതായത് നിഫ്റ്റി 50യിൽ ഒരു ഷെയർ അഡീഷണൽ വരികയാണെങ്കിൽ ഈ ഫണ്ടിലും അഡീഷണലായിട്ട് വരും. ഒരു ഷെയർ ഇൻഡെക്സിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഈ ഫണ്ടിലും ഒരു ഷെയർ പുറത്ത്. അതാണ് ഇൻഡെക്സ് ഫണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ആക്റ്റീവ് ഫണ്ടും പാസീവ് ഫണ്ടും ഈ ഡിഫറൻറ്റ് മനസ്സിലായതിനു ശേഷം ഈ പാസീവ് ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. ഇന്ത്യയിൽ മോസ്റ്റ് ഓഫ് ദ ETF പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ആക്റ്റീവ് ഫണ്ടല്ല, പാസീവ് ഫണ്ടുകളാണ്. ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടോ ഉള്ള പാസീവ് ഫണ്ടുകളാണ് ഇന്ത്യയിലെ മിക്കതും ETF ഉള്ളത്. ഇതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഡെക്സിൻ്റെ നിഫ്റ്റി ബീസ് ഒരു ETF ആണ്. അതുമാതിരി ജൂനിയർ ബീസ്, IT ബീസ്, ബാങ്ക് ബീസ്, ഇതെല്ലാം ETF ആണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ് ഇതിൻ്റെ ഡിഫറൻറ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ടുകളും ഇൻഡെക്സും ETF തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് മാർക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഡെയിലി ബേസ്, അഥവാ മാർക്കറ്റ് അവറിന് ശേഷം ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ട്രേഡ് ചെയ്യില്ല ആരും. മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങി വയ്ക്കും, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിൽക്കുക, അങ്ങനെ ചെയ്യും. പക്ഷേ ETF എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എപ്പോഴും ബൈയിങ്ങും സെല്ലിങ്ങും നടന്നുകൊണ്ടിരിക്കും. ട്രേഡ് അഥവാ നമ്മുടെ ഷെയറിൽ എങ്ങനെയാണോ ഷെയർ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന പോലെ തന്നെ ETF-ലും ബൈയിങ്ങും സെല്ലിങ്ങും
ചെയ്യാൻ പറ്റും നമുക്ക്. അത് എക്സ്ചേഞ്ച് ത്രൂ NSE-യിലോ BSE-യിലോ നമുക്ക് ETF അവൈലബിൾ ആണ്. നിഫ്റ്റി ബീസ് നമുക്ക് കിട്ടും പറഞ്ഞു. നിഫ്റ്റി ബീസ് നമുക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റും. അതുമാതിരി മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ നമുക്ക് ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യില്ല അധികം. നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ ബൈ ചെയ്തിട്ട് ഒരു വർഷത്തിനുള്ളിൽ സെല് ചെയ്തതിന് എക്സിറ്റ് ലോഡ് കണ്ടിട്ട് 1%, 2% ചാർജ് ചെയ്യും. പക്ഷേ ETF-നെ സംബന്ധിച്ചോളം അങ്ങനെ എക്സിറ്റ് ലോഡൊന്നും ഉണ്ടാവില്ല. എപ്പോൾ വേണമെങ്കിലും ബൈ ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ സെല് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചോളം നമുക്ക് മിനിമം SIP ചെയ്യുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പ്രകാരം ചെയ്യണം. മിനിമം 500 രൂപയെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ റെഗുലർ പ്ലാൻ ആകുമ്പോൾ നമുക്ക് ലംസം ചെയ്യണമെങ്കിൽ 1000 രൂപ 5000 രൂപയോ ഒന്നിച്ച് മുടക്കിയിട്ട് വേണം മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യാൻ. അതേസമയം ETF ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20 രൂപയ്ക്കും 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ETF വാങ്ങും. ചെറിയ ആൾക്കാർക്ക് പോലും ETF-ൽ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഈ മ്യൂച്വൽ ഫണ്ടും ETF-ഉം ഏതാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ്. ഈ മ്യൂച്വൽ ഫണ്ട് സ്കീം തന്നെയാണ്, മ്യൂച്വൽ ഫണ്ടിൻ്റെ പാസീവ് സ്കീം തന്നെയാണ് ETF-ലുള്ളത്. ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കമ്മോഡിറ്റി ഗോൾഡ് ബേസ് ആണ് കമ്മോഡിറ്റി. ഗോൾഡിനെ ട്രാക്ക് ചെയ്യണതാണ് ഗോൾഡ് ബേസ്. അത് ETF ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ 65 രൂപ നിപ്പോണിൻ്റെയൊക്കെ ETF ഗോൾഡ് ബേസ് വരുന്നത് 65 രൂപയാണ്. അപ്പോൾ നമുക്ക് 65 രൂപ ഉണ്ടെങ്കിൽ ഒരു ഗോൾഡ് പീസ് നമുക്ക് മേടിക്കാം. പക്ഷെ ഗോൾഡ് അതേസമയം മ്യൂച്വൽ ഫണ്ട് മേടിക്കുകയാണെങ്കിൽ മിനിമം 500 അല്ലെങ്കിൽ 1000 ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ETF ചെയ്യുകയാണെങ്കിൽ ചെറിയ എമൗണ്ടിൽ പോലും നമുക്ക് ETF വാങ്ങാനും വിൽക്കാനും പറ്റും. എപ്പോൾ വേണമെങ്കിൽ നമുക്കത് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റും. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചോളം നമ്മൾ വാങ്ങി കുറച്ച് ലോക്കിംഗ് പീരീഡൊക്കെ ഉണ്ടാവും. നമുക്ക് വിൽക്കുകയാണെങ്കിൽ എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരുന്നത് മാത്രം. അതേസമയം ETF ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ വാങ്ങാനും വിൽക്കാനും ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് എല്ലാ സെക്ടർ വൈസിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ETF-ലും ഡൈവേഴ്സിഫൈ ചെയ്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ETF-ലും ഉള്ളത്. അപ്പോൾ ETF ചെയ്യുന്നവർക്ക് എപ്പോൾ വേണമെങ്കിൽ വാങ്ങി വിൽക്കാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ അത് കാൽക്കുലേറ്റ് ഡെയിലി ഡേയുടെ ലാസ്റ്റ് ബേസ് ചെയ്തിട്ട് ഡേ ക്ലോസിംഗ് ബേസ് ചെയ്തിട്ട് അതാത് മ്യൂച്വൽ ഫണ്ടുകളുടെ സൈറ്റിലും അത് ട്രാക്ക് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഗ്രോ ആപ്പ്, ET മണി ആപ്പ്, ഇങ്ങനെയുള്ള ആപ്പുകളിലാണ് സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ ഉള്ളത്. പക്ഷെ അതേസമയം ETF എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ETF-നെ സംബന്ധിച്ചോളം ETF ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണം. ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ട് മസ്റ്റാണ്. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചോളം നമുക്കൊരു AMC-യിലൊരു അക്കൗണ്ട് ഉണ്ടായാൽ മതി. ആപ്പിലോ ഗ്രോ ആപ്പോ ET മണി അങ്ങനെയുള്ള ആപ്പുകളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കതിൽ ബൈ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും പിന്നീട് സെല് ചെയ്യാനും പറ്റും. എന്താണ് ETF, എന്താണ് ഇൻഡെക്സ് ഫണ്ട്, എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നിങ്ങൾ ഇതിൻ്റെ കമ്പാരിസൺ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.